ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് എൻ്റെ കാര്യത്തിലേക്ക് എനിക്ക് മീറ്റിംഗിന് കയറാനുള്ളതാണ്. സാറേ ഇത് കാണാവോ? കണ്ടിന്യൂ. സാർ, ഫ്രം വീക്ക് 11 തൊട്ട് എവറി ഡേ നമ്മൾ കൺസിസ്റ്റൻ്റായി പോയിട്ടുണ്ട്. ആനന്ദ്, കൺസിസ്റ്റൻ്റ് ആയി പോയാൽ പിന്നെ എന്താണോ ഇവിടെ 20th എന്താ ഡിപ്പ് കാണുന്നേ? അത് സാർ, കുഞ്ഞുമേൻ്റെ മോളുടെ കല്യാണം ആയതുകൊണ്ട് ലീവ് എടുക്കേണ്ടി വന്നു. മിസ്റ്റർ ആനന്ദ് കുട്ടൻ, നിന്നെയും ആ പണി അറിയാത്ത 4 അപ്രന്റീസുകളെ കൂട്ടിയിട്ടാണ് ഞാനിത് ഓടിക്കുന്നത്. അതിനിടയ്ക്ക് കുഞ്ഞമ്മയുടെ കല്യാണം നൂലുകെട്ടെന്നൊക്കെ പറഞ്ഞ് പോയാലുണ്ടല്ലോ. സി ആനന്ദ് കുട്ടൻ, ഡെലിവറി ഈസ് ഇമ്പോർട്ടൻറ്റ്, സോ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. എന്ത് ഡെലിവറിയോ? അല്ല, നിൻ്റെ കുഞ്ഞമ്മയുടെ പേര്. അതെല്ലാം പോട്ടെ. ഇന്നലെ ഈവനിങ്ങിൽ പുതിയ കോഡിൻ്റെ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് വേറെ സെറ്റ്. അല്ല സാർ, അത് ഇന്ന് രാത്രി ഡെലിവറി ആവും. വാ, ഇന്ന് രാത്രിയോ? വൈ ആനന്ദ് കുട്ടൻ? എക്സ്പ്ലെയിൻ മീ. Why is taking so long for such a simple delivery? ഇല്ല സാർ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. സാർ ഇന്നലെ ജോബ് പാക്കറ്റ് അയച്ചപ്പോൾ തന്നെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കോർ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യണം. സോ മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് മോഡ്യൂൾ ഇൻറ്റഗ്രേഷൻ ആണല്ലോ. സോ സോഫ്റ്റ്വെയറിന് വേണ്ട എല്ലാ മോഡ്യൂൾസ് ആഡ് ചെയ്ത് എക്സ്റ്റേണൽ ലൈബ്രറീസ് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് ചെക്ക് ഫേസ്. ഈ ഡാറ്റ പ്രോസസ്സിംഗ് ചെക്ക് ഫേസിൻ്റെ ഇടയിൽ നമ്മളൊരു ശബ്ദം കേൾക്കും. നമ്മൾ പെട്ടെന്ന് ഞെട്ടി പോകും സാർ. ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് ശബ്ദം? വാട്ട് നോൺസെൻസ് യു ആർ ടെല്ലിംഗ്? ഈ സിസ്റ്റം ചൂടാവും, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കണ്ടിന്യൂ. ഡാറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് ഒന്ന് ഫൈനൽ ഡീബഗ് ആൻഡ് ടെസ്റ്റ് ചെയ്താൽ അതും ഓക്കെ. പിന്നെ ഞാനാണ് ഡെലിവറി ചെയ്തെങ്കിൽ കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് കോഡൊന്ന് ക്ലീൻ ചെയ്ത് പുതിയ പ്രോജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മെമ്മറി ഒന്ന് ഫ്ലഷ് ചെയ്ത് റീറൺ ചെയ്ത് ഔട്ട് എടുത്ത് കൺഫേം ആക്കിയിട്ട് ഞാൻ ഡെലിവറി ചെയ്യുള്ളൂ. അതാ സാർ ഇത്രയും ലേറ്റ് ആവണേ. ഓക്കെ, ഇന്ന് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റും. അല്ലെ ആ ബ്ലഡി സാഹിബ് ഇതിൻ്റെ വീണ്ടും പേയ്മെൻറ്റ് ഡിലേ ആകും. സോ വിൽ ക്യാച്ച് അപ്പ് ഇൻ ദ ഈവനിങ്. ഗോ കണ്ടിന്യൂ വിത്ത് യുവർ സ്റ്റാഫ് ആൻഡ് കുട്ടി. അയ്യോ, അവൻ്റെ അമ്മൂമ്മയുടെ ഒരു കോഡ്. സാർ ഇന്നലെ ജോബ് പാക്കറ്റ് അയച്ചപ്പോൾ തന്നെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് മോഡ്യൂൾ ഇൻറ്റഗ്രേഷൻ ആണല്ലോ. സോ സോഫ്റ്റ്വെയറിന് വേണ്ട എല്ലാ മോഡ്യൂൾസ് ആഡ് ചെയ്ത് എക്സ്റ്റേണൽ ലൈബ്രറീസ് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് ചെക്ക് ഫേസ്. ഈ ഡാറ്റ പ്രോസസ്സിംഗ് ചെക്ക് ഫേസിൻ്റെ ഇടയിൽ നമ്മളൊരു ശബ്ദം കേൾക്കും. നമ്മൾ പെട്ടെന്ന് ഞെട്ടി പോകും സാർ. ഡാറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡൊന്ന് ഫൈനൽ ഡീബഗ് ആൻഡ് ടെസ്റ്റ് ചെയ്താൽ അതും ഓക്കെ. കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് കോഡൊന്ന് ക്ലീൻ ചെയ്ത് പുതിയ പ്രോജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മെമ്മറി ഒന്ന് ഫ്ലഷ് ചെയ്ത് റീറൺ ചെയ്ത് ഔട്ട് എടുത്ത് കൺഫേം ആക്കിയിട്ട് ഞാൻ ഡെലിവറി ചെയ്യും. അത് സാർ ഇത്രയും ലേറ്റ് ആവണേ. Yes! Yeah! Your email is on the way. Sir. Yes, ആനന്ദ് കുട്ടൻ, എന്തായി ഡെലിവറി? സാർ എല്ലാം സെറ്റ്. കോഡ് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്, സായിപ്പിന് അയച്ചു കൊടുത്തു. വെൽ ഡൺ ആനന്ദ് കുട്ടൻ, വെൽ ഡൺ. അല്ല സാർ, സാറിൻ്റെ ക്യാമറ എന്താ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഹേയ്, ഒന്നുമില്ല, വല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് ആവും. അപ്പം ശരി ആനന്ദ് കുട്ടൻ, ഗുഡ് വർക്ക്. See you tomorrow. Bye. സാറിൻ്റെ ലൈഫൊക്കെയാണ് ലൈഫ്. വല്ലൊരു കുക്കിംഗ് പഠിക്കാൻ കൊടുത്തിട്ട് ഒരു പണിയെടുക്കാതെ സൂക്ഷിച്ച് ജീവിക്കുക. എന്താ റോണു, മോളു, എന്തായി? കഴിഞ്ഞില്ലേ? ഇപ്പൊ തീരും. 10 minutes. അവളുടെ അമ്മൂമ്മയുടെ ചപ്പാത്തി.